ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം അതിൻ്റെ മാഹാത്മ്യം 5-ാമത്തെ അധ്യായം 89-ാമത്തെ ശ്ലോകം. 89ഉം 90ഉം 2 ശ്ലോകങ്ങളാണ് ഇനി ഇതിൽ ബാക്കിയുള്ളത്. 84 ഭാഗം നമ്മൾ പറഞ്ഞു. പാഠം 85-ാമത്തെ ഇപ്പോൾ പറയണു. ഓം ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോപി മുനീശ്വര പഠതേ ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദ പരിപ്ലുതാം. അടുത്ത തർക്കം. എന്താ തർക്കം? ഇതിഹാസം ഇമം പുണ്യം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഏതാ? രാമായണവും ഭാരതവും മഹാഭാരതവും രണ്ടെണ്ണേ ഇതിഹാസമുള്ളൂ. അപ്പോൾ ഇതോ ഭാഗവതം. അപ്പോൾ ഇവിടെ ഇതിഹാസം എന്നാ പറഞ്ഞിരിക്കണം. ഇഹ ഇതി ആസം ഇതിഹാസം പുരാ അഭി നവം പുരാണം. അപ്പോൾ മാറ്റി പറയേണ്ടാത്തത് ശാസ്ത്രം, അറിവ് വേദം, ഒപ്പം ഇരിക്കുക മുഴുവൻ എന്നുള്ളത് ഉപനിഷത്ത്. ഉപനിഷത്ത്. ഉപ എന്ന് വെച്ചാൽ ഒപ്പം, കൂടെ. നി എന്ന് പറഞ്ഞാൽ മുഴുവൻ. ഷത്ത് എന്നുള്ളത് സത്ത് ആണ്, സാത്വികം എന്ന ഭാവത്തിലാണ്. ഭഗവാന്റെ കൂടെ ഒപ്പം ഇരിക്കുക എന്നതാണ് ഉപനിഷത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഉപനിഷത്ത് പറഞ്ഞാൽ അത് വേദം, വേദാന്താണ്, ജ്ഞാനാണ്, നിർവചനാണ്, നിയമാണ്. പലതും 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 അതിനെക്കുറിച്ച് പറയാനുണ്ട്. സംഗ്രഹമാണ്. പക്ഷേ ഇതൊക്കെ ഭഗവാന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ കൂടെ ഇരിക്കാനായിട്ടാണ്. ഇവിടെ ഇതിഹാസം എന്നുള്ളത് ഇങ്ങനെ ഒന്ന് സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? ഗോകർണനാൽ ഭാഗവതം പാരായണം ചെയ്യപ്പെട്ടു. എല്ലാവരും ഭഗവാന്റെ അടുത്ത് എത്തി. അതൊരു കഥയായിട്ട് പറഞ്ഞു. ഇമം ഇതിഹാസം, ഈ ഇതിഹാസം. ഇപ്പം തർക്കമൊന്നും വേണ്ട. രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പുരാണം എനിക്ക് പാർവതിയോട് പറയാൻ സാധിച്ചത് ശ്രീരാമൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഞാനിത് പറയുന്നത് ശ്രീരാമൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്, മഹാദേവനെ. അപ്പോൾ സകല സ്വരൂപത്തിൻ്റെ പ്രാധാന്യം എത്രയുണ്ട്? മഹാദേവൻ വിഷ്ണുവിന് തുല്യമാണ്. അഹം വിഷ്ണുഹു മഹാദേവൻ്റെ വാക്കാ. ഞാനും ശിവനും തമ്മിൽ ഭേദഭാവം കാണുന്നവരെ പിന്നെ ഗതി കിട്ടാത്തൊരവസ്ഥയിലാണ് എത്തുക എന്ന് വിഷ്ണുവിൻ്റെ വാക്ക്. അപ്പോൾ ഈ ഇതിഹാസം ഇങ്ങനെ ഭാഗവതം വായിച്ചു മുക്തി കൊടുക്കാൻ സാധിച്ചു എന്നത്, ഇനി സനകാദികളായാലും ശരി, ശ്രീശുഖ ബ്രഹ്മർഷിയായാലും ശരി, ഭാഗവതം ആരൊക്കെ വായിക്കണോ അതൊക്കെ ഇതിഹാസങ്ങളാണ്. അതിൽ ആരൊക്കെ മുക്തി കിട്ടി നമുക്കറിയില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ ചരിത്രമായിട്ട് വരും, നമുക്കറിയില്ല. അപ്പോൾ ഇതിഹാസം ഇമം പുണ്യം, ഈ പുണ്യം ലഭിച്ചതായിട്ടുള്ള ഇതിഹാസം ശാണ്ഡില്യ അഭി മുനീശ്വര, മുനികളിൽ ഈശ്വരനായിട്ടുള്ള, മുനിമാരിൽ ഏറ്റവും അഗ്രിമ സ്ഥാനത്തിരിക്കുന്ന ആ ഗണത്തിലെ ശാണ്ഡില്യൻ അതികേമന. ആ ശാണ്ഡില്യനും ഈ പുണ്യത്തെ, ഈ പുണ്യമായ ഇതിഹാസത്തെ, ഈ കഥയെ, ഈ പുരാണത്തെ, എല്ലാവർക്കും വല്ലാത്ത സംശയമാണ്. പുരാണം ഇതിഹാസവും രണ്ടാണ്. തനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയണവർക്ക് അറിയില്ല, നമ്മൾ കൂട്ടിയാൽ മാർഗില്ല, അത് തിരുത്താൻ നമ്മൾ കൂട്ടിയാൽ പറ്റില്ല. അപ്പോൾ ഇത് ശാണ്ഡില്യൻ പഠതേ എവിടെ ഇരുന്നിട്ട്? ചിത്രകൂടസ്ഥ. രാമായണത്തിലൊരു സ്ഥലമാണ് ചിത്രകൂടം. ചിത്രകൂടസ്ഥ മാത്രമല്ല, അതിങ്ങനെ വായിക്കുമ്പോൾ പറയുമ്പോൾ ബ്രഹ്മാനന്ദ പരിപ്ലുത, ബ്രഹ്മാനന്ദത്തിൽ അങ്ങോട്ട് മുങ്ങിപ്പോവുക ഈ ഇതിഹാസങ്ങൾ വായിക്കുമ്പോഴേ. ഭാരതം രാമായണം വായിക്കുമ്പോഴല്ല, ഈ ഗോകർണൻ സപ്താഹം വായിച്ചത് സംഭവിച്ചതായിട്ടൊരു കാര്യമാണ്. ഇത് സംഭവിക്കുമ്പോൾ അതിൽ ഓരോന്നും, ഈ സംഭവിച്ച കഥകൾ ആത്മദേവൻ്റെ നിരാശ തൊട്ടിട്ട് ഈ ഗോകർണനാൽ എല്ലാവരും മുക്തി നേടി എന്ന കഥ വരെ വായിക്കുമ്പോൾ ബ്രഹ്മാനന്ദം കിട്ടുക. നമുക്കോ ചിത്രകൂടസ്ഥനായിട്ടായിരിക്കണതേ. കൂടസ്ഥനായിട്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ സാക്ഷിയായിട്ട് അന്തര്യാമയായിട്ടിരിക്കണം.
വിചിത്ര കൂടസ്ഥനായിട്ടാണ്. ചിത്രം വെച്ചാൽ അത്ഭുതം എന്നാണ്. ചിത്രകൂടം എന്നുള്ള ഒരു സ്ഥലം അതിനൊരു പേരിട്ടു. നൈമിഷാരണ്യം എന്ന കൂട്ടത്തിലൊരു പേരാണ്, അത്രയേ ഉള്ളൂ. ആനന്ദതടം ഒരു സ്ഥലം, ഒരു പേരാണ്, സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ടാണ് ഇവിടെ ഇരുന്നിട്ടാണ് എന്നൊക്കെ പറയുന്നത് ഈ തർക്കം ഒരാവശ്യമില്ലാത്ത തർക്കമാണ്. എവിടെ ഇരുന്നിട്ട് വായിച്ചാൽ എന്താ ഒക്കെ ഒരുപോലെയാണ്. സ്ഥാനം വേണ്ടത് ഭക്തന്മാരുടെ അടുത്ത്, ഭഗവാൻ പ്രതിഷ്ഠിതനായിട്ടുള്ള അതിൻ്റെ അടുത്ത്. ഭക്തന്മാർ എവിടെയാണോ ഇരിക്കുന്നത് വെച്ചാൽ, പണ്ഡിതന്മാർ എവിടെയാണോ ഇരിക്കുന്നത് വെച്ചാൽ അവിടെ ആലായാലും വേണ്ടില്ല, തുളസിയായാലും വേണ്ടില്ല, നമ്മുടെ ഗുരുവായൂർ കേശവനായാലും വേണ്ടില്ല, അതിൻ്റെ അടുത്ത് ഗുരുവായൂർ അമ്പലവും. അപ്പോൾ ഏത് അമ്പലമായാലും കുഴപ്പമില്ല. ഗംഗാതീരം, നദീതീരം, മറ്റേ വിശിഷ്ടമായിട്ടുള്ള പർവ്വതങ്ങൾ, അതേപോലെ കടൽ തീരം, ഇതൊക്കെ അതിവിശിഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ അടുത്തിരുന്ന് എങ്ങനെ വേണം? ഈ ചിത്രകൂടസ്ഥനായിട്ടിരിക്കണം. ചിത്രകൂടം എന്നുള്ള സ്ഥലത്തിരിക്കുന്ന പോലെ തന്നെയാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഗോപ്യമായിട്ടിരിക്കുന്നത്, ഒളിഞ്ഞിരിക്കുന്നുണ്ട്, സാക്ഷിയായിട്ട്, അന്തര്യാമയായിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നു കൊണ്ട് ഈ ശാണ്ഡില്യൻ മറ്റ് ഒരു ശല്യവും വരാതെ കണ്ട് ഒളിച്ച് ഇരുന്നു കൊണ്ട്, ഒറ്റയ്ക്കിരുന്നു കൊണ്ട്, ഏകാന്തം ഒളിച്ചിരിക്കാച്ചാൽ നമ്മളിൽ നിന്ന് ഒളിച്ചിരിക്കുകയല്ല, അദ്ദേഹത്തിന് ഒളിച്ചിരിക്കാൻ മറ്റേ ഇതൊന്നും വേണ്ട, സ്ഥലം വേറെ വേണ്ട. സമൂഹ മധ്യത്തിൽ അനവധി, ഇപ്പോൾ 1,00,000 ആൾക്കാരെന്ന് വെച്ചാൽ അതിൻ്റെ നടുക്കിൽ ഒളിച്ചിരിക്കും, കാണാൻ പറ്റില്ല, കാണാൻ പറയത്തിരിക്കും. ഈ ശബ്ദമൊന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല. കാരണം ഈ പണ്ഡിതന്മാരൊക്കെ യോഗികളാണ്. അവർ യോഗ സ്വയം ശീലിക്കുകയാണ്, അല്ലാണ്ട് അത് വിറ്റ് കാശാക്കല്ല. തമ്മിൽ വ്യത്യാസമുണ്ടേ, അതാ പറഞ്ഞത്. അപ്പോൾ ചിത്രകൂടസ്ഥനായിക്കൊണ്ട് ഈ ശാണ്ഡില്യൻ ഈ കഥ ഇങ്ങനെ വായിക്കുമ്പോൾ ബ്രഹ്മാനന്ദ പരിപ്ലുത, അതിലങ്ങോട്ട് മുങ്ങാണ്, ബ്രഹ്മാനന്ദത്തിൽ അങ്ങോട്ട് മുങ്ങാണ്. കാരണം ആദ്യം ധുന്തുകാരി, മറ്റ് പ്രേതങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ സംജ്ഞയായിട്ട് പറഞ്ഞു, ധുന്തുലിയും മറ്റ് പ്രേതങ്ങളും. അതേപോലെ തന്നെ ഈ പണ്ഡിതന്മാരായിട്ടുള്ള, യോഗികളായിട്ടുള്ള, ബ്രഹ്മോപാസകരായിട്ടുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഭക്തന്മാരെല്ലാവരും, ഒരു ജ്ഞാനവും ഇല്ലാത്തവരും. ഇതാ ഗോകർണൻ്റെ ഈ ഭാഗവതം കേട്ട് കഴിഞ്ഞപ്പോൾ മുക്തി നേടി. അതാണ് ഇതിഹാസം. ഇതൊരു കഥയാണ്, സംഭവിച്ച കഥയാണ്. ഇഹ ഇതി ആസം, ഇവിടെ ഇങ്ങനെ ഒന്ന് ഉണ്ടായിട്ടുണ്ട്. ഇഹ ആസം ഇതിഹാസം ഇമം. അപ്പം ഈ കഥയെ ശാണ്ഡില്യൻ മുനിമാരിൽ അഗ്രഗണ്യൻ വായിക്കുന്നു, പറയുന്നു, മനനം ചെയ്യുന്നു. ആരും കേൾക്കാനൊന്നുമില്ല. കേട്ടോട്ടെ, കേൾക്കുന്നവർ കേട്ടോട്ടെ. കേൾക്കുന്നവരും പരമാനന്ദത്തിൽ മുങ്ങാണ്, സച്ചിദാനന്ദത്തെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഈ അവനവനിലേക്ക് അങ്ങോട്ട് ഒതുങ്ങി ഉള്ളിലുള്ള ഈ ജീവനെ പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ പരമാത്മാവിനോളം ഉയർത്തുക. അപ്പോഴാണ് ബ്രഹ്മാനന്ദം കിട്ടുക. അപ്പോൾ അതിലങ്ങോട്ട് മുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാഹ്യലോകം ഇല്ല. ആന കുത്തിയാലും ഇവിടെ കൊള്ളൂല്ല. ആനയ്ക്കൊന്നും പറ്റില്ല, ഈ ആൾക്കൊന്നും പറ്റില്ല. ആന അങ്ങനെ ചവിട്ടിപ്പോയി. അതിപ്പോൾ ഒരു ചെറിയ നാമ്പ്, കറുക നാമ്പ് ഒരു ആന ചവിട്ടി നിൽക്കുക. അത് വീണ്ടും നിവർന്ന് നിൽക്കും. ആന ചവിട്ടിയില്ലേ? പുല്ലിനെന്തെങ്കിലും പറ്റുമോ? ഇല്ല. അത്രയേ ഉള്ളൂ. ഒരു മണൽത്തരി, പുഴയിൽ കൂടെ ആന അങ്ങനെ പോവുക. മണലിനെ ആന ചവിട്ടിയില്ലേ? മണലിനെന്തെങ്കിലും പറ്റുമോ? ഇല്ല. ആനയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? ഇല്ല. അങ്ങനെ ബ്രഹ്മാനന്ദ പരിപ്ലുതനായിട്ട്, ചിത്രകൂടസ്ഥനായിട്ട് ഈ ശാണ്ഡില്യൻ, ഈ ധുന്തുകാരി പ്രേതം മുക്തിയായത് കേട്ടു, അനുഭവിച്ചു, സച്ചിദാനന്ദത്തെ അനുഭവിച്ചു. ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോപി മുനീശ്വര പഠതേ ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദ പരിപ്ലുതാം. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഭാഗവതത്തിൽ ഓരോ കഥയും എടുക്കാൻ. ഒരു കഥയല്ല, എല്ലാ കഥകളും. ഒരു കഥ എടുത്താൽ മതി മുക്തി കിട്ടാൻ. എല്ലാ കഥകളും വേണ്ട.
വാമനാവതാര ചരിതം മാത്രം, പാലാഴി മഥനം മാത്രം, ശ്രീകൃഷ്ണാവതാര ചരിതം മാത്രം, നരസിംഹാവതാരം മാത്രം. അപ്പോൾ അതിനൊരു പ്രകരണമുണ്ട്. ആ പ്രകരണം മുഴുവൻ വായിച്ചാൽ അത് മാത്രമേ വേണ്ടൂ. ബ്രഹ്മമോഹനം 2 അധ്യായമേ ഉള്ളൂ, അത് മതി. ഇനി വേണച്ചാൽ അഘാസുര മുക്തിയും കൂടി ആയിക്കോട്ടെ, 3 അധ്യായം ആയിക്കോട്ടെ, അതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ അത്രേ വേണ്ടൂ. അതാണ് അതിലുണ്ടതൊക്കെ. ബ്രഹ്മാനന്ദ പരിപ്ലുതനാവാൻ അതിലുണ്ട്. അത് എടുക്കാൻ വശാവണം, അത്രയേ ഉള്ളൂ. ഇതിഹാസം ഇമം പുണ്യം ശാണ്ഡില്യ അഭി, അവിടെ ഒരു എഫ് ഉണ്ട് കേട്ടോ, എഫ് പോയതാ. ശാണ്ഡില്യ അഭി മുനീശ്വര പഠതേ ചിത്രകൂടസ്ഥ ബ്രഹ്മാനന്ദ പരിപ്ലുത. ഈ ഇതിഹാസം, ഇപ്പോൾ ഗോകർണനാൽ പറയപ്പെട്ട ധുന്തുകാരി മുക്തനായിട്ടുള്ള ഈ കഥയെ, അതീവ പുണ്യമായിട്ടുള്ള ഈ കഥയെ ഗാണ്ഡില്യൻ മുനിമാരിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള ശാണ്ഡില്യൻ പഠതേ വായിച്ചുകൊണ്ടേയിരിക്കുന്നു, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, മനനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതിൽ ജീവിക്കുക. നിധിധ്യാസം ചിത്രകൂടസ്ഥ, ചിത്രകൂടം എന്ന സ്ഥലത്തിരുന്നിട്ട് ഇത് ചെയ്യുന്നു. ആ ചിത്രകൂടം എന്തെന്നുള്ളതിന് വ്യാഖ്യാനിച്ചതാണ് എൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തിൽ അന്തര്യാമി സാക്ഷി, അതിൻ്റെ ഒപ്പം ഇരിക്കുന്ന ഈ ജീവൻ ഈ ശരീരം കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള മനന പഠനാദി കാര്യങ്ങൾ, വായന പാരായണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹത്തിന് പാരായണം ചെയ്യാൻ പുസ്തകം വേണ്ട, നമുക്കും പാരായണം ചെയ്യാൻ പുസ്തകമൊന്നും വേണ്ട. നമ്മൾ ഈ അക്ഷരങ്ങളിലൂടെ പോകുമ്പോഴേ പുസ്തകം വേണ്ടു. ഈ കഥയെ നമുക്ക് നല്ലോണം ഓർമ്മ ഉണ്ടെങ്കിൽ ആ കഥയിലൂടെ ഇങ്ങനെ വന്നാൽ മതി. ആത്മദേവൻ്റെ നിരാശയ്ക്ക് കാരണമെന്ത്? ആത്മദേവന് സന്താനമുണ്ടായിരുന്നില്ല. സന്താനം ഉണ്ടാവാൻ യതിയെ കണ്ടു. യതിയെ കണ്ട സാഹചര്യം ആത്മഹത്യ ചെയ്യാൻ പോയതാ. തിരിച്ചു വന്നപ്പോൾ ഫലത്തോട് കൂടിയിട്ടാണ് വന്നത്. സ്വീകരിച്ച ആൾ പാത്രം ശരിയായില്ല. അപ്പോൾ കിട്ടിയതായിട്ടുള്ള ഫലം, യതിയുടെ ഫലം അത് വെറുതെ ആവില്ല. രാമൻ്റെ വാക്കും രാമൻ്റെ ബാണവും അത് വേണ്ട രീതിയിൽ വരുള്ളൂ. യതിയുടെ ഈ ഫലം പശുവിൽ നിന്ന് ഗോകർണുണ്ടായി. അപ്പോൾ അർഹതയില്ലാത്തവർ വന്നപ്പോൾ ധുന്തുകാരിയായിട്ട് മാറി. ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തപ്പോൾ ധുന്തുലി മഹാപ്രേതമായിട്ട് മാറി. മഹാപ്രേതമായിട്ടുള്ള ഈ ധുന്തുകാരിയെ ഗയാശ്രാദ്ധം ചെയ്തിട്ടും പുണ്യം നേടാൻ സാധിച്ചില്ല, പാപം നശിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് ഗോകർണന് മനസ്സിലായപ്പോൾ സൂര്യനോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന്. ഭാഗവതം സപ്താഹമായിട്ട് ചെയ്തോളൂ, അത്രേ വേണ്ടു പറഞ്ഞു. ചെയ്തു. ധുന്തുകാരിക്ക് മുക്തി കിട്ടി. അപ്പോൾ ഇത് ചെയ്തെനിക്കില്ലേ? ഇല്ല. എന്താ അത്? മനനം ചെയ്തില്ല. ഞാനും അതെ, ശരി. ബാക്കിയുള്ളവർക്കൊക്കെ അതൊക്കെ കിട്ടും. ഭഗവാൻ തന്നെ വരും, കൂട്ടിക്കൊണ്ടു. പറഞ്ഞു ഹരിദാസന്മാരെ, ആദ്യം വായിച്ചു, മുക്തി കിട്ടി എല്ലാവർക്കും. ഇത് മറ്റൊരു മഹർഷി വായിച്ചു, ശാണ്ഡില്യൻ. അപ്പോൾ സച്ചിദാനന്ദത്തിൽ അങ്ങോട്ട് ലയിച്ചു. നമുക്കും അത് പറ്റും. ഇത്രേ വേണ്ടൂ. ഇപ്പോൾ പുസ്തകം ഞാൻ നോക്കിയോ? ഇല്ല. നമ്മളും ഇതേപോലെ വേണ്ടു. അതിന് സമയമുണ്ടെങ്കിൽ, കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ അതിൽ ഓരോന്നുണ്ട്. ഉപദേശങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്, സംശയം തീർക്കലുകളുണ്ട്, പലതും ഉണ്ടായില്ലേ. അതൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റും. അതങ്ങനെ ഓരോന്നായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഏതിലാണോ കൂടുതൽ ലീനമായിരിക്കുന്നത് അതിനെ നമുക്ക് ഓർക്കാൻ പറ്റും. നമ്മൾ സമയം പോണത് അറിയില്ല. ഇപ്പോൾ 2 വരിയുള്ള ശ്ലോകം 13 മിനിറ്റായി. 4 വരിയുള്ള ശ്ലോകം 11 മിനിറ്റിലാണ് അവസാനിപ്പിച്ചത്. ഒന്നോട്ട് പറഞ്ഞില്ല. ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോപി മുനീശ്വര പഠതേ ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദ പരിപ്ലുതാം. ഇനി അടുത്തതാണ് വളരെ പ്രധാനം. ആഖ്യാനമേതൽ പരമം പവിത്രം ശ്രുതം സഹൃദ്വൈ വിദഹേദഖൗഖം ശ്രദ്ധേ പ്രയുക്തം പിതൃതൃപ്തിം ആവഹേത് നിത്യം സുപാഠാത് അപുനർഭവം ച. ശ്രാദ്ധേ പ്രയുക്തം, അത് മതി. ശ്രാദ്ധേ പ്രയുക്തം പിതൃതൃപ്തിം ആവഹേത് നിത്യം സുപാഠാത് അപുനർഭവം ച. ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള, ഏറ്റവും ഉന്നത ഭാവത്തുള്ള, ഉത്കൃഷ്ടമായിട്ടുള്ള ഈ ആഖ്യാനം പ്രേതമുക്തി ഒരു പ്രാവശ്യം കേൾക്കുന്നവരുടെ പാപങ്ങളുടെ കൂട്ടം മുഴുവൻ നശിക്കും. ഇത് ശ്രാദ്ധ ദിവസമാണ് വായിക്കുന്നത് എങ്കിൽ പിതൃക്കൾ തൃപ്തന്മാരായിട്ട് മുക്തിയെ പ്രാപിക്കും. എല്ലാ ദിവസവും
തെറ്റാതെ കണ്ട് അക്ഷരം ഒന്നും തെറ്റാതെ കണ്ട് വായിക്കുകയാണെങ്കിൽ, സ്വരഭേദം വരാതെ കണ്ട്, അതേപോലെ മാത്രകൾ വ്യത്യാസം വരാതെ കണ്ട്, വീഴ്ച വരാതെ കണ്ട്, സ്ഖലിതങ്ങൾ കുത്ത് കോമ ഇങ്ങനെ കണ്ടേ അതൊക്കെ വായിക്കാതെ കണ്ട് കിട്ടണം. അങ്ങനെ വേണ്ട രീതിയിൽ വായിക്കുക, പഠിക്കുക, മനനം ചെയ്യുക ആണെങ്കിൽ പുനർജന്മം വേണ്ടി വരില്ല. ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ കിട്ടും, മുക്തി കിട്ടും, പരമപുരുഷാർത്ഥം കിട്ടും. ആഖ്യാനം ഏതത്? ഈ ആഖ്യാനം ഉണ്ടല്ലോ, ഈ ധുന്ധുകാരി ഗോകർണ ചരിതം, അത് ഏതത്? പരമം പവിത്രം, ഏറ്റവും ശുദ്ധമാണ്, പവിത്രമാണ്, പവിത്രമോതിരം പവിത്രമാണ്, ഏറ്റവും ശുദ്ധമാണ്. ശ്രുതം, കേട്ടാൽ മതി. സകൃത് വൈ, ഒരു തവണ എങ്കിലും, വിദഹേത് അഖൗഖം, അതിനെ ഈ അഖം എന്ന് പറഞ്ഞാൽ പാപം, ഈ പാപങ്ങളുടെ ഔഖം കൂട്ടം. വിദഹേത് അഖം എന്ന് പറഞ്ഞാൽ പാപം. അഖം അങ്ങനെ ആയാൽ പാപമായി. പാപങ്ങൾ അതിൻ്റെ കൂട്ടം എന്നർത്ഥം. നമ്മൾ എത്രയൊക്കെ പാപങ്ങൾ ചെയ്യണമെന്ന് വെച്ചിട്ടാ, ചെറുതും വലുതുമായിട്ട്, അറിഞ്ഞും അറിയാതെ കണ്ട്, അറിയാതെ കണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കുക ചിലപ്പോഴേ പാപം. അതൊക്കെ പറ്റും. വെള്ളം കുടിക്കുമ്പോൾ, അരിക്കാതെ കുടിക്കുമ്പോൾ പ്രാണിഹിംസ വരുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യുക? ശ്വാസം വലിക്കുമ്പോൾ നമ്മളറിയാതെ കണ്ട് പ്രാണിഹിംസ വരുന്നുണ്ട്. നമ്മൾ വേണം വിചാരിച്ചിട്ടാ അല്ല, ഒക്കെ പാപാത്രേ. നടക്കുമ്പോഴേ നമ്മൾ അറിയണില്ല, വല്ല പുഴുക്കളെ ചവിട്ടുമ്പോൾ നമുക്ക് അറിയണില്ല, കാണുന്നില്ല. ഇങ്ങനെയുള്ളത് മുഴുവൻ ദഹിച്ച് പോയിക്കോളും. വിദഹേത്, മുഴുവൻ കത്തിച്ചാമ്പലാവും. എന്നുവെച്ചാൽ വെണ്ണീർ പോലും ഇല്ലാത്ത രീതിയിൽ, നമ്മൾക്കൊക്കെ വെണ്ണീറുണ്ട്, വെണ്ണീറില്ലാത്ത രീതിയിൽ, ഭസ്മം പോലും ഇല്ലാത്ത രീതിയിൽ ലയിച്ചു ചേരും ഈ പാപങ്ങളുടെ സമൂഹം മുഴുവൻ. അഖൗഖം, അഖത്തിൻ്റെ കൂട്ടം മുഴുവൻ, ഔഖം. അത് ശ്രാദ്ധേ പ്രയുക്തം. ഇനി ശ്രദ്ധേ പ്രയുക്തം, ശ്രാദ്ധേ പ്രയുക്തം. ഇവിടെ ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കാവും, ശ്രാദ്ധേ പ്രയുക്തം എന്നാവും. അപ്പോൾ അവിടെ ശ്രാദ്ധ സമയത്ത് ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ, ശ്രദ്ധയോട് കൂടിയിട്ട്, വിശ്വാസത്തോട് കൂടിയിട്ട് ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ, പിതൃതൃപ്തിം ആവഹേത്, പിതൃക്കൾക്ക് തൃപ്തി വരുക തന്നെ ചെയ്യും. അവർ നേടിക്കോളും, അവർ ആവാഹന ചെയ്തോളും ഈ തൃപ്തിയെ, ഈ ഭഗവത് പ്രാപ്തിയെ. ഈ ഹരിദാസൻ വന്നു, പിന്നെ ഹരി വന്നു, ഭക്തന്മാർക്ക് ഗോലോകം കിട്ടി, വൈകുണ്ഠം കിട്ടി. ഇതിനെ അവർ ആവാഹിച്ചോളും. അത് നിത്യം ഒരു ഗൃഹത്തിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ, സുപാഠാത്, വളരെ നന്നായിട്ട് അത് പഠിക്കണം, നന്നായിട്ട് പാരായണം ചെയ്യണം, നന്നായിട്ട് പറയണം, നന്നായിട്ട് ഈ മനനം ചെയ്യണം, അതിൽ ജീവിച്ചുകൊണ്ടിരിക്കണം. സുപാഠാത്, അവർക്ക് അപുനഃ ഭവം ച, വീണ്ടും വീണ്ടും ഇല്ല. ഭവാർണവം, സംസാരം, ജനിക്കുക മരിക്കുക എന്നത് വീണ്ടും വേണ്ട. അപ്പോൾ ഈ പ്രേതമുക്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊക്കെ സാധാരണ എന്താ ചെയ്യാറും, കുറച്ച് സമയമാണ് ഉള്ളത് വെച്ചാൽ വാമനാവതാര ചരിതം വായിക്കും. ഇത് വായിക്കാറില്ല. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഭാഗവതം വായിക്കേണ്ടത്, വായിച്ചാൽ മതി. നമ്മൾ പരിഹാരങ്ങൾക്ക് ഈ ധുന്ധുകാരുടെ കഥയല്ല വായിക്കാറ്. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം അറിയുക? ഇത് കേട്ടാൽ തന്നെ പേടിയാ, അല്ലെങ്കിൽ പ്രേതങ്ങളെ പേടിച്ചിട്ടായിരിക്കണം. അപ്പോൾ ഇത് കേട്ടാൽ പേടിയാ. അർത്ഥം അറിഞ്ഞിട്ട് വായിക്കുമ്പോഴേ പേടിയുള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് പേടിയില്ല. അർത്ഥം നല്ലോണം അറിയണ ആർക്കും ഒട്ടും പേടിയില്ല. ഈ ഇടയിൽ കിടക്കുന്ന നമ്മളെ പോലുള്ളവർക്കാ പേടി. അപ്പോൾ വാമനാവതാര ചരിതത്തിനോ, അതിന് ഈ അസുരന്മാരോ രാക്ഷസന്മാരോ ഒന്നും നമുക്ക് പേടിയില്ല. പക്ഷെ പ്രേതത്തിനെ നമുക്ക് പേടിയാ. എന്താ കാരണം? നരകം തന്നെ പേടി. നമ്മൾ ചെയ്ത തെറ്റുകൾ കുറേ ഉണ്ടേ. കത്തിച്ച മറ്റേ ചുട്ടുപഴുപ്പിച്ചതായിട്ടുള്ള ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ ചെമ്പിൻ്റെ ഒക്കെ ഈ പലകയുടെ മുകളിൽ കൂടെ കിലോമീറ്ററുകളോളം ഓടിക്കുക. മുകളിൽ സൂര്യൻ്റെ ചൂട്, അടിയിൽ തീയൻ്റെ ചൂട്, ഈ ചെമ്പ് പലക ഇങ്ങനെ പഴുത്ത് അതിൻ്റെ അപ്പോൾ നമ്മൾ കാല് പൊള്ളിയാൽ എന്താ ചെയ്യുക? വീണ തൊലിയും പൊള്ളും. പിന്നെ ഇങ്ങനെ ഓടണേ, കിലോമീറ്ററുകളോളം വേണം, കുറേ ദൂരം വേണം. ചെറിയ ശരീരമാണ്, നമ്മുടെ വലിയ ശരീരമല്ല. എങ്ങനെയാണ് ഓടിയെത്തുക?
ഓടിയില്ല മറ്റേത് ഈ ദൂരം നടന്നു പോവുകയും വേണം, കഴിച്ചു പോകണം, നമുക്ക് പറക്കാനൊന്നും പറ്റില്ല. ആ ദൂരം താണ്ടിയില്ല വെച്ചാൽ അടി ഇങ്ങനെ കിട്ടുകയും ചെയ്യും. അപ്പോൾ വ്രണമായിട്ടുള്ള അതിലേക്ക് അടി വന്നാലോ എത്ര വേദനിക്കും. അപ്പോൾ ഇടയ്ക്ക് മരിക്കും, വീണ്ടും ശരീരം കിട്ടും, അതേ ശരീരം കിട്ടുക, അവിടെ തന്നെ കിട്ടുക, വീണ്ടും ഓടേണ്ടി വരും. ഇതന്നെയാണ് പേടി. അപ്പോൾ അതുകൊണ്ട് ഈ പ്രേതത്തിൻ്റെ കഥ വായിക്കില്ല, നരകത്തിൻ്റെ കഥ വായിക്കില്ല. അപ്പോൾ അതിൽ സച്ചിദാനന്ദം കിട്ടണമെങ്കിൽ, ബ്രഹ്മാനന്ദ പരിപ്ലവനാവണമെങ്കിൽ അത്ര എളുപ്പമല്ല. അപ്പം ഈ അതിൽ നരകം കൂടി ചേർത്ത് വെച്ചിരുന്നെങ്കിലോ, ഇപ്പോൾ ധുന്തുകാരിക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള നരകത്തിൽ ഇത് പറയാനുള്ള വകുപ്പുണ്ട്. അതും കൂടി ഇതിൽ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ പിന്നെ ഇതുപോലെ വഴിക്ക് വായിക്കുന്നില്ല, പേടിച്ചിട്ട്. അപ്പോൾ ഇത് വായിച്ചാൽ പോലും മുക്തി ഉണ്ട് എങ്കിൽ നരകം വായിക്കുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഫലശ്രുതി പറഞ്ഞിരിക്കുന്നത്. നരകം വായിക്കുമ്പോൾ നമ്മൾ ഈ ജീവൻ ഇത് കേട്ട് പേടിച്ച് നരകശിക്ഷ അനുഭവിച്ചതിന് തുല്യമാവും. അപ്പോൾ ശിക്ഷാവിധി നടപ്പിലാക്കിയ രീതിയിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് നരകം വായിച്ചാൽ നരകത്ത് പോണ്ട. കാരണം പിന്നെ നമ്മൾ ഈ പേടി കാരണം തെറ്റുകൾ ചെയ്യില്ല. തെറ്റുകൾ ചെയ്യാതെ കണ്ട് മുക്തി കിട്ടും. പിന്നെ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പാപമുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാവും. അതുകൊണ്ട് വീണ്ടും വീണ്ടും പുണ്യത്തെ ആർജിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നരകം വായിച്ച ആൾക്ക് നരകത്ത് പോണ്ട. അപ്പോൾ ഇവിടെ ആഖ്യാനം ഏതത് പരമം പവിത്രം. ഇപ്പോൾ ഈ വായിച്ചതായിട്ടുള്ള കഥ അത്രയും പവിത്രമാണ്, മാക്സിമത്തിൽ പവിത്രമാണ്, ശുദ്ധമാണ്. ശ്രുതം സകൃത് വൈ, ഒരു തവണയെങ്കിലും അത് കേൾക്കൂ. വിദഹേത് അഖൗഖം, അതാണ്ട് കത്തിപ്പോയിക്കോളും. എന്ത് അഖം, പാപങ്ങൾ മുഴുവൻ കത്തിപ്പോയിക്കോളും. ഔഖം, ആ കൂട്ടം മുഴുവൻ കത്തിപ്പോയിക്കോളും. ശ്രാദ്ധേ പ്രയുക്തം, ശ്രാദ്ധേ ശ്രദ്ധയാ പ്രയുക്തം, ശ്രാദ്ധ സമയത്ത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ പിതൃതൃപ്തിയും, പിതൃക്കൾക്കെല്ലാം തൃപ്തി വരും. അവർ ഇതിനെ ആവഹേത്, ആവാഹനം ചെയ്തോളും. ഇതിൻ്റെ സദ്ഫലത്തെ ആവാഹനം ചെയ്തോളും, കഥ കേട്ടോളും, അവർ മുക്തി നേടും. നിത്യം സുപാഠാത്, എല്ലാ ദിവസവും നിത്യബലിയൊക്കെ നമ്മൾ പതിവുണ്ട് പണ്ടേ. എല്ലാ ദിവസവും ചാത്തോട്ടും. ചാത്തോട്ട് വെച്ചാൽ ആളെ വിളിച്ചു കൂട്ടലില്ല, നിത്യ കൈവലിയായിട്ട്. ആളെ കൂട്ടലുണ്ടോയെന്ന് വെച്ചില്ല, ഉണ്ടായിരിക്കാം, പറയാൻ പറ്റില്ല. ചില വീക്കിലൊക്കെ ഉണ്ട്, ഇപ്പം ഇല്ല. അപ്പം ഇങ്ങനെ നന്നായിട്ട് ഇത് ഈ ഒരു പാഠം വായിക്കുമ്പോൾ ഇതൊരു ബലിയിടുന്നതിന് തുല്യ. അങ്ങനെ ചെയ്യുമ്പോൾ പൂജയുമാണ്. അപ്പോൾ സുപാഠാത്, ഇങ്ങനെ നന്നായിട്ട് പാഠം ചെയ്യുമ്പോൾ അപുനർഭവം, അപുനഃ ഭവം, വീണ്ടും വേണ്ട എന്നുള്ള അപുനഃ, വീണ്ടും, പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും, അപുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും വേണ്ട. അങ്ങനെ ഭവം, എന്താ ഭവം? ഈ സംസാരം, ജനിക്കുക മരിക്കുക, അങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുക വേണ്ട. ആഖ്യാനമേതൽ പരമം പവിത്രം ശ്രുതം സകൃദ്വൈവിധഹേദഖൗഖം ശ്രാദ്ധേ പ്രയുക്തം, അതാണല്ലത്, ശ്രാദ്ധേ പ്രയുക്തം പിതൃതൃപ്തിമാവഹേത് നിത്യം സുപാഠാത് അപുനർഭവം ച. അപ്പോൾ ഇത്രയും ഇതിഹാസമായിട്ടുള്ള ഈ ഒരു കഥ പാരായണം ചെയ്യുന്നവർക്ക് ഭക്തി കിട്ടും, ജ്ഞാനം കിട്ടും, വൈരാഗ്യം കിട്ടും എന്ന് ഇതിൽ പറയാൻ ശ്ലോകത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അത് കിട്ടും, ഇതിൻ്റെ ഫലശ്രുതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കഥയെ വീണ്ടും വീണ്ടും ഇടയ്ക്കെങ്കിലും, കൊല്ലത്തിലൊരിക്കലെങ്കിലും വായിക്കുക. അത് അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ വായിക്കുക. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇത് കിടക്കുന്നുണ്ട്. ഇത് വീണ്ടും അതിൻ്റെ ആ കഥ തുടങ്ങുന്ന സമയത്ത് അത് തൊട്ടാണ് കേട്ട് തുടങ്ങിയാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ കഥ കഴിയുന്നത് വരെ ഇതിൽ കിട്ടും. അപ്പോൾ അങ്ങനെ കൊല്ലത്തിലൊരിക്കലെങ്കിലും ഇത് കേൾക്കുക. അപ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സായിരിക്കും എത്തും, നമ്മൾ പാപം നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് ജീവനെ എത്തിക്കും. നമുക്കും മുക്തി കിട്ടും, നമ്മുടെ പൂർവികർക്കും മുക്തി കിട്ടും, വരും തലമുറയ്ക്കും മുക്തി കിട്ടും. ഇങ്ങനെ ഈ 90ാമത്തെ ശ്ലോകം കൂടിയും 5ാമത്തെ അധ്യായത്തിൽ പത്മപുരാണത്തിൽ പറഞ്ഞു വെച്ചു. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരാഖണ്ഡേ ശ്രീമദ് ഭാഗവത മഹാത്മ്യേ ഗോകർണ ഭക്തി വർണ്ണനം നാമ പഞ്ചമോധ്യായ സമാപ്ത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി അടുത്തത് 6ാമത്തെ അധ്യായമാണ്. അതിൽ ഭാഗവത യജ്ഞവിധിയെക്കുറിച്ചാണ് പറയുന്നത്. അത് 100 ശ്ലോകത്തിനധികമുണ്ട്. അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ.